നിങ്ങൾ ഏത്തപ്പഴം ഇഷ്ടപ്പെടുന്നവരാണോ? എന്നാൽ നമുക്കിന്ന് ഏത്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. ഇത് കൂടുതലും ഇടിയപ്പത്തിനും അപ്പത്തിനും പുട്ടിനും ഒക്കെ നല്ല ബെസ്റ്റാണ്. ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിമിയ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം ഒരു പാനിലേക്ക്. അതിനുശേഷം ഒരു 15 ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ നെയ്യിൽ കിടന്ന് ആ ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വരണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ഉണ്ടമുളകാണ്, അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 എണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്കാണ് നമ്മൾ ചേർക്കുന്നത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ 3 എണ്ണം ചേർത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ 3 എണ്ണം ചേർത്തേക്കുന്നതും ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പഴം 4ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ പഴം 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ പഴമാണെങ്കിൽ വേണമെങ്കിൽ 6 ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കണം. നെയ്യിൽ നന്നായിട്ട് വഴന്നതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിന് കുറച്ച് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് പഴം വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് 2-ാം പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കുക. ആ ഒരു ലോ ഫ്ലെയിമിൽ ഇരുന്ന് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് 2-ാം പാലിൽ വെന്ത് 2-ാം പാൽ കുറുകി വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1-ാം പാൽ ചേർത്ത് കൊടുത്തേച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ കറി പിരിയാൻ സാധ്യതയുണ്ട്. ഇനി നന്നായിട്ട് ആ ഒരു 1-ാം പാൽ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈസിയാണ് കേട്ടോ, ഭയങ്കര ഈസി ആയിട്ടുള്ള കറിയാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ദേ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ല മധുരമുള്ള കറിയാണ്. അപ്പോൾ ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരമുള്ള കറി ആയതുകൊണ്ട് തന്നെ ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ താളിപ്പും റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും നെയ്യിൽ ചെറിയുള്ളിയൊക്കെ വെന്ത് വരുന്ന ഒരു ഫ്ലേവറൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു കറി ഇഷ്ടമാവും. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റുള്ള കറികളുടെ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു, ടാറ്റാ, ബൈ, സീ യു.